തന്നെയാണോ? അതിപ്പോ പ്രത്യേകിച്ച് പറയണോ? അതിന്റെ മുഖം കണ്ടാൽ അറിയത്തില്ല അങ്ങനെ തന്നെയാണെന്ന്. അപ്പൊ നീയോ? നീ അത് വിചാരിച്ചിട്ടല്ലേ ഭക്ഷണം കഴിക്കാൻ പോവാത്തത്? ഓ പിന്നെ എനിക്കിങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. പേടിയില്ലാഞ്ഞിട്ടാണോ നീ ഭക്ഷണം കഴിക്കാൻ പോവാത്തത്? ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാത്തത് എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ, അല്ലാതെ പേടിയായിട്ടല്ല. അത് നിന്നെ കണ്ടാലും പറയും. അയ്യോ എന്തോന്ന് മക്കളെ ഇത്? വെറുതെ തല്ലി പിടിക്കാണോ? അച്ഛൻ വരുന്നോ കാത്താണോ നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? അച്ഛൻ ഇപ്പൊ വിളിച്ചായിരുന്നു. കടയിൽ ഒരുപാട് തിരക്കുണ്ട് അച്ഛന്. അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ 2-3 മണിക്കൂർ ലേറ്റ് ആകും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അല്ലാതെ ഇവിടെ വെറുതെ വിശന്ന് വയറും കാഞ്ഞിരിക്കണ്ട. എന്തോ നമ്മ ഇത്? അത് നേരത്തെ പറയണ്ടെന്നാലേ. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അമ്മ ഇതിന് എനിക്ക് ചോറുതാ. ആഹാ എനിക്കും വിശക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിനക്കും വിശന്നോ? എനിക്കതിന് ആദ്യം വിശന്നിരുന്നു. പിന്നെ ഞാൻ വെറുതെ ചോറ് വേണ്ടാന്ന് വെച്ചതാ. നോക്കി നിൽക്കാതെ ചോറ് എടുത്തതാ അമ്മ. അയ്യോ എന്താണിത്? ഈ പിള്ളേരുടെ ഒരു കാര്യം. അയ്യേ ഇതാണ് അമ്മയുടെ ഭക്ഷണം. ഇതൊരുമാതിരി പച്ചക്കറി കടക്ക് പോയി നോക്കണ പോലെ ഉണ്ടല്ലോ. പെണ്ണെ കിരിക്കാതെ വന്നിരുന്ന് കഴിക്കുന്നുണ്ടോ? അയ്യേ എനിക്കൊന്നും വേണ്ട അമ്മയുടെ പച്ചക്കറി കട. മക്കളെ അമ്മയുടെ കുഞ്ഞാവേ നീ വന്നിരുന്ന് കഴിച്ച ഭക്ഷണം. അമ്മയുടെ കുഞ്ഞാവ ഈ ഭക്ഷണമൊക്കെ ഒന്നിരുന്ന് കഴിക്കുന്നത് കണ്ടാ മതിയായിരുന്നു. എന്തായാലും കഴിക്കാത്തത് അവളെ ഇരുന്ന് കഴിച്ചോളൂ. നീ വലിയ വാചകം അടിക്കണ്ട. അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സംഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പറ അമ്മ എന്തൊക്കെ ഐറ്റങ്ങൾ അമ്മ ഉണ്ടാക്കിയത്? പരിപ്പ് കറിയുണ്ട്, ചീരത്തോരനുണ്ട്, പിന്നെ അമ്മയുടെ സ്പെഷ്യൽ സലാഡ് ഉണ്ട്, പിന്നെ ഉണക്കമീൻ പൊരിച്ചതുണ്ട്, ചമ്മന്തിയുണ്ട്. അയ്യേ പരിപ്പും ഉണക്കമീനോ? എനിക്കൊന്നും വേണ്ട. ഇവിടെ ഇന്ന് ഇതൊക്കെ തന്നെയുള്ളൂ അമ്മ. എന്തേ അമ്മയുടെ കുഞ്ഞാവക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? കുഞ്ഞാറ്റെ കുറെ സമയമായിട്ടോ നീ കിളിക്കാൻ തുടങ്ങിയിട്ട്? അവളുടെ മനുഷ്യനത് കേൾക്കുമ്പോ ഭ്രാന്താ പിടിക്കണത്, ഭ്രാന്ത്. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് നിനക്ക് ഭ്രാന്തി പിടിക്കേണ്ട ആവശ്യമില്ല. നീ തന്നെ ഒരു ഭ്രാന്തിയാണ്. വലിയ കാര്യമായിപ്പോയി. അമ്മ എനിക്കൊന്നും വേണ്ട ഈ ഉണക്കമീനും പരിപ്പ് കറിയൊന്നും. ഇവിടെ വേറെ ഒന്നുമില്ലേ കഴിക്കാൻ? അമ്മ അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വിളമ്പിത്ത. മനുഷ്യനെ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. പരിപ്പെങ്കിൽ പരിപ്പ്, അത് കൂട്ടിയിട്ട് ചോറ് കഴിക്കാലോ. അമ്മയുടെ ചക്കരെ എങ്കിൽ മോള് കഴിച്ചോ ഭക്ഷണം. അമ്മ വിളമ്പിത്തരാം. അമ്മ എനിക്ക് ഭക്ഷണം വേണം. എനിക്ക് പരിപ്പ് കറിയും ഉണക്കമീനും വേണ്ട, വേറെന്തെങ്കിലും മതി. കുഞ്ഞാവേ മനുഷ്യൻ ഇവിടെ നേരം ബസ്സിൽ അടുക്കളന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഓരോന്നും. എന്നിട്ട് അവൾക്ക് വേണ്ട പോലും വേണ്ട. നിനക്കെന്നാലേ ഞാൻ ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചു തരാം. എന്തേ അത് മതിയോ? ഹായ് ബിരിയാണിയോ? എങ്കിൽ അമ്മ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോ. എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. ചിക്കൻ ബിരിയാണി പോലും ചിക്കൻ ബിരിയാണി കൂടുതൽ വിളിച്ചിലെടുത്താലേ നിന്നെ വെച്ച് ഞാൻ ബിരിയാണി വെക്കും. അമ്മ എന്തോന്നടി എന്തോന്നെ? കുറെ സമയമായല്ലോ നീ നിന്ന് കിണക്കാൻ തുടങ്ങിയിട്ട്. മര്യാദയ്ക്ക് ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോട്. അല്ലാതെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എനിക്ക് വിശക്കണമാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. മര്യാദയ്ക്ക് വേണമെങ്കിൽ എടുത്തിട്ട് കഴിച്ചിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോ അയ്യോ എനിക്ക് ചിരി സഹിക്കാൻ പറ്റണില്ലേ. എന്താണടി നിന്ന് കളിക്കണത്? അതിന് മാടി ഇവിടെ പെട്ട ഇത്രമാത്രം വലിയ കോമഡി. ഇനി ഇതിലും വലിയ കോമഡി എന്തോന്നുണ്ടാകാനാ? ബിരിയാണി തിന്നാൻ കൊതിച്ചോളെ, അത് കണ്ട് മനസ്സ് നിറച്ചോളെ. ഹൈ ഹൈ. ഓ എന്താ അവളുടെ ഒരു കൈതരാഗം. നോക്കിക്കൊടി, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടേ ബിരിയാണി വാങ്ങിപ്പിക്കും. എന്നിട്ട് അതിൽ നിന്നൊരു പീസ് പോലും ഞാൻ നിനക്ക് തരത്തില്ല. പിന്നെ നീ പറയുമ്പോൾ അച്ഛൻ ബിരിയാണി വാങ്ങിത്തരാൻ നിൽക്കുകയാണല്ലോ. വാങ്ങിത്തരും, എനിക്ക് വാങ്ങിത്തരും. നീ കണ്ടോ അവളുടെ ഒരു പരിപ്പ് കറിയും ചോറും. എടി കുഞ്ഞാവേ ബിരിയാണി വാങ്ങുമ്പോഴല്ലേ, അപ്പോഴത്തേക്ക് തൽക്കാലം നീ ചോറും പരിപ്പ് കറിയും കഴിക്കേ. എനിക്കൊന്നും വേണ്ട പരിപ്പ് കറി. നീ തന്നെ കൂട്ടിക്കോ പരിപ്പ് കറിയും ചോറും. കണ്ടേച്ചാലും മതി അവളുടെ 32 കൊന്തം പല്ലും. അയ്യോ ഇനിയിപ്പോ ശരിക്കും അച്ഛൻ അവൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുവോ? എനിക്ക് പരിപ്പ് കറിയും ചോറും തന്നെ ആയി പോകുമോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മക്കളെ കുഞ്ഞാറ്റേ നീ ഭക്ഷണം കഴിച്ചോ? ദാ അമ്മ ഞാൻ കഴിക്കുകയാണേ.